രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണുസുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു നന്നായി ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരെണ്ണമല്ലേ 2 വീഡിയോ ഒന്നും ഒരു 2 പാർട്ടായിട്ട് ഇറങ്ങിയത് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെയും എൻ്റെ സെക്കൻഡത്തെയും വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം, എൻ്റെ ചാനൽ കണ്ടവർക്കാണ് അറിയാം. മറ്റെല്ലാവരും ചെയ്യുന്ന വീഡിയോ പോലെ അല്ല ഞാൻ ചെയ്തിട്ടേക്കണേ. രേണുസുധിനെ പറ്റേ കുറേ തെറിയും കളിയാക്കലും മറ്റേതും മറിച്ചതും ഇതൊന്നുമല്ല. പറയുന്ന ഓരോ കാര്യങ്ങളിലെ കൃത്യമായിട്ട് അതിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കി വീഡിയോ കാണുന്ന ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ അവർ അതിൻ്റെ അത് പറയുന്നുണ്ടായിരുന്നു. അത് അവരറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവരുടെ വായിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ കുറേ തെറ്റുകൾ, കുറേ അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റിന് ഒരു വഴിവെക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്ന കുറേ സാധനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സംസാരിക്കാതിരുന്ന ഒരു വിഷയം, ഇഫ് ഐ എം നോട്ട് റോങ്, ആ ഗർഭത്തിൻ്റെ കേസ്. ഓക്കെ, അത് ഈ ആങ്കർ ചോദിച്ചൊരു ചോദ്യവും രേണുസുധി പറഞ്ഞ ഉത്തരവും, ആ ഒരു പോർഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കത് കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യാനും നിന്നില്ല വീണ്ടും. കാര്യം ഞാൻ തന്നെ ചെയ്ത വീഡിയോ ഞാൻ രണ്ടാമത്തെ കാണാറില്ല ഒന്നാമത്തെ. സോ ഞാനത് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഇടാനോ അല്ലെങ്കിൽ അത് തമ്പനയിലോ ടൈറ്റിലോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. തമ്പനയിലും ടൈറ്റിലും ഞാൻ എന്തായാലും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഈ ഗർഭത്തിൻ്റെ കേസ്. പക്ഷേ മറ്റു പല വീഡിയോ ചെയ്യണവരും ആ ഒരു ഭാഗം, ആ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തമ്പനയിൽ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. കാര്യം അതിനെക്കുറിച്ച് ഈ ആങ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതാണൊരു ഇഷ്യൂ ആയി വന്നത് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു, മറ്റുള്ളവരും പറയുന്നു എന്നതുകൊണ്ട് ഞാനത് എടുത്തിടുന്നുണ്ട്. പിന്നെ അഗെയിൻ ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്ത 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ എല്ലാവരും കാണുക. എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് അതിൽ നിന്ന് വന്നിട്ടില്ല. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണേ. എസ്പെഷ്യലി നമ്മുടെ അവതരണ രീതി ആയിക്കോട്ടെ, നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ആയിക്കോട്ടെ, ഇതൊക്കെ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുവരെ കണ്ട ഒരു കളിയാക്കലോ ഒരു വൃത്തിയേടോ തെറിവിളിയോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. ഞാനത് ആദ്യമേ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. ഒരു മിനിമം എത്തിക്സ് ചില കോണ്ടൻറ്റ്സ് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി രേണുസുധി എന്ന വ്യക്തിയായിട്ട് എനിക്ക് യാതൊരുവിധ ശത്രുത ഒന്നുമില്ല. രേണുസുധിയുടെ മാനേജറായിരുന്ന കരിഷ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഞാൻ രേണുസുധീനെ വേറൊരു ലേഡി രേണുസുധീനെ ഒരു ആവശ്യമില്ലാത്തൊരു അലിഗേഷനിലേക്ക് വലിച്ചിട്ട സമയത്ത് ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല, ലൈക്ക് അവരതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കരിഷ്മയുടെ കാര്യമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇൻസ്റ്റേൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കരിഷ്മയായിട്ട് ഞാൻ കോൺടാക്റ്റ് ഉണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺടാക്റ്റാണ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും, സംസാരിക്കും, ഇങ്ങോട്ട് റിപ്ലൈ തരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ കുറേ അധികം നാളുകളായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും ഇല്ല. ഇപ്പോൾ അവരാണെങ്കിൽ തന്നെയും എന്തെങ്കിലും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിൽ മോശമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രേണുസുധിക്കായാലും അവർ വഴി എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത വീഡിയോസിനെ കുറിച്ച് രേണുസുധി എവിടെയും പരാമർശിച്ചിട്ടില്ല. ഒരൊറ്റ കോണ്ടന്റിൽ ഒരു സാധനം മാത്രം, അതും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരെ പലരെക്കുറിച്ചും അവരിടുന്ന തമ്പനയിലെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വളരെ മോശമായിട്ട് തമ്പനയിൽ ഇട്ടു എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. ഇപ്പോൾ മൂവി വേൾഡ് എന്ന് പറഞ്ഞ ആ ചാനലിൽ വന്ന ഇൻ്റർവ്യൂ ആങ്കറിന് ഒരുപാട് മോശമായിട്ടുള്ള തെറിവിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ആങ്കർ തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമായിരുന്നു. ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ മാനേജ് ചെയ്യണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണുസുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണുസുധിയുടെ ഭാഗത്ത് നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണുസുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടായാലും ചോദിക്കാനുണ്ട്. ആ വോയിസ് ഞാനിപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് ഞാൻ ആ വോയിസ് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ
അവരെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അവർ തിരക്കിലായിരുന്നു മറ്റുമൊക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടിന്യൂസ്ലി അവരെ വിളിച്ച് ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവർ പറയുന്ന എഗെയിൻ ഞാൻ എടുത്ത് പറയണം, അവർ പറയുന്ന വേർഷൻ, അവരുടെ അസുഖത്തെക്കുറിച്ച് അവർ പറയുന്ന വേർഷൻ, അവരുടെ സിറ്റുവേഷൻ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കണ്ടിന്യൂസ്ലി ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മര്യാദകേടാണ്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ട് അതിനകത്ത്. ഞാൻ കുറച്ച് മാന്യത കീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും എന്നുള്ളത് ഞാൻ എടുത്തൊന്ന് പറഞ്ഞോട്ടെ. എഗെയിൻ അവരെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ക്യാമറമാനും ആങ്കറും ക്രൂ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു. അവർ ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവും, അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് അവരുടെ ചികിത്സയ്ക്കും മറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ സമ്മതിക്കും. പക്ഷേ ഇത് വേറൊരു പ്ലാറ്റ്ഫോം വഴി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിത് എടുത്ത് കോണ്ടൻ്റായിട്ട് ചെയ്യില്ലായിരുന്നു. ഇത് നിങ്ങളവിടെ ഡയറക്റ്റ്ലി ചെന്ന് ചെയ്തതിൻ്റെ ആ ഒരു പേഷ്യൻ്റായിരുന്ന രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി, പേഷ്യൻ്റാണെന്ന് പറയുന്ന രേണുസുതി പറയുന്ന ആ ഒരു വ്യക്തി, അയാളിപ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഹൈജീനും അല്ലെങ്കിൽ അവർ എടുക്കേണ്ട ഒരു കെയറും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതേ ക്യാൻസർ ഇതുപോലത്തെ അസുഖങ്ങളുള്ളവർ ഇതേ സമയത്ത് കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾക്ക് എതിരായിട്ടൊരു സംഭവം സംഭവിച്ചപ്പോഴാണ് എനിക്കിത് ട്രിഗർ ചെയ്തത്. ഞാൻ വീഡിയോ ചെയ്തു. ശരിയാണ്, ഇതിൻ്റെ രേണുസുതിക്കോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ചാനലിലോ യാതൊരു ഇത് കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ലാസ്റ്റ് എല്ലാ വീഡിയോസിലും പറഞ്ഞു തരുന്നത്. ഈ ഒരു അസുഖം അല്ലെങ്കിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികൾ വെച്ചിട്ട് ഒരു മിസ്ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് കൊടുക്കരുതെന്നുള്ളത് എനിക്ക് അത് മിസ്ഇൻഫർമേഷൻ ആയിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇനി മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അതിൽ മാത്രമാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇനി ആ വോയിസ് ക്ലിപ്പിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ, ഇത് ചാനലല്ലേ മൂവി? അതെ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. സാർ ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ നമ്മുടെ രേണുസുധീനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ. പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ല സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുമല്ലേ ചെയ്യണ്ടേ? ഇല്ല, അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്ക് വീട്ടിൽ അവർക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അതെ, പക്ഷെ നമുക്ക് അവരോടുള്ള ചോദ്യം മാത്രം ചോദിക്കുക. എന്തിനാണ് ഈ കൊച്ചിനെ ഒരു അമ്മയച്ഛൻ കേട്ടല്ലോ, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് പോയത്. ഇങ്ങോട്ട് വിളിച്ചായിക്കോട്ടെ അങ്ങോട്ട് വിളിച്ചായിക്കോട്ടെ, അതിൽ ക്യാഷിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ വീഡിയോ കണ്ട പലരും, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അവർക്ക് വേണമെങ്കിൽ അവരുടെ ചാനലിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഇടാൻ രേണുസുതിക്ക്. പക്ഷേ അപ്പോൾ ഇത്രയും വിസിബിലിറ്റി കിട്ടത്തില്ല. ഇതിലുള്ള മെയിൻ ഒരു ഗെയിം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ലായിരുന്നു. വളരെ മോശമാണ്. കാശ് വാങ്ങിച്ചെന്ന് പറയാൻ എന്ത് തെണ്ടിത്തരം ചോദിക്കാന്നുണ്ടോ? എത്രയോ ഇൻ്റർവ്യൂസ് ഈ രേണുസുതിയുടെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ആങ്കേഴ്സിന് അല്ലെങ്കിൽ ആങ്കറിനെതിരെ ചാനലിനെതിരെ വളരെ ചുരുക്കം, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം, ഇത്രയും മോശമായിട്ടുള്ള ഇത്രയും തെറിവിളിയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചാനലിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ആങ്കർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആങ്കറെ ഞാൻ അദ്ദേഹം കൊണ്ട് കുറ്റം പറയുന്നില്ല, അവരുടെ ജോലിയാണ്, അവരത് ചെയ്തു, അവർക്ക് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഒരു അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മകൻ അവരെ ഗർഭിണിയാക്കിയോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടുന്നത് എന്ത് മോശമാണ്. ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാം. പക്ഷേ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉള്ളൊരു ചാനലിൽ വന്നിരുന്നിട്ട് ആ ചാനലിൽ അത്യാവശ്യം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം പലർക്കും അറിയാവുന്ന ഒരു ആങ്കർ വന്നിരുന്നത് ഇതുപോലൊരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തോന്നുന്ന ഒരു ചോദ്യം ഇത്ര ഡയറക്റ്റ്ലി ഷൂട്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നു. അതൊന്ന് ഓൾട്ടർ ചെയ്തിട്ട് ചോദിക്കാമായിരുന്നു. ആ ചോദ്യത്തിൻ്റെ രീതി വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിച്ച് അതിനെക്കുറിച്ച് തെറിവിളിയും കാര്യങ്ങളും ഉണ്ടായി. ഇനി ക്യാഷ് വാങ്ങിച്ചോ ഇല്ല എന്നുള്ളത് ഇയാൾ തന്നെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അവരുടെ ചികിത്സയ്ക്കാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതിലൊന്നും ഒരു തെറ്റില്ല. പിന്നെ രേണുസുതി ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറയുമ്പോൾ രേണുസുതിക്ക് ഒരു 1000കണക്കിന് യൂട്യൂബ് ചാനലുകൾ വിളിക്കാവുന്നുള്ളൂ. ഇതുപോലെ മീഡിയാസ് വിളിക്കാവുന്നുള്ളൂ ഇൻ്റർവ്യൂവിന് വേണ്ടി. എല്ലാവരും കാശ് കൊടുക്കും. ഇത്ര നാൾ സ്ഥിരമായിട്ട് രേണുസുതിയുടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ചാനലുണ്ട്. അവരിപ്പോൾ വേറെ എന്തൊക്കെയോ കണ്ടന്റ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചാനൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലും അപ്രോച്ച് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ നിങ്ങളെക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബ് അക്കൗണ്ടും വ്യൂസൊക്കെ ഉള്ള ഒരുപാട് ചാനൽസ് വേറെ ഉണ്ട്. അവരാണെങ്കിലും രേണുസുതിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇയാൾ പറഞ്ഞ ഒരു വേർഷൻ വേണമെങ്കിൽ ട്രസ്റ്റ് ചെയ്യാം. കാര്യം ഒരു ലേഡിയെ ഡയറക്റ്റ്ലി വിളിച്ച് സംസാരിക്കുന്നു, അയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ അയാൾ കാര്യങ്ങൾ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് എനിക്ക് ഇതിൽ തോന്നിയിരിക്കുന്നത്. ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല ഇപ്പോൾ രേണുസുതിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പ്രിയപ്പെട്ട ആങ്കറിനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ 1 മാസത്തോളമായി രേണുസുധിയുടെ ഇൻ്റർവ്യൂവിന് ട്രൈ ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി രേണുസുധിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, അവർ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു കോണ്ടൻസ് അവരെക്കുറിച്ച് എന്തൊക്കെയാണ് വന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ പോയിരിക്കണേ. നിങ്ങൾ പറയുന്നത് കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലാന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇത്ര ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇത്ര ബുദ്ധിയില്ലാന്നാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം. ഇതെല്ലാത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഇതെല്ലാത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുക്കാൻ പോയേക്കുന്നത്. അത് നിങ്ങളുടെ പല ചോദ്യത്തിലും പല സംസാരത്തിലും അത് വ്യക്തമാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫൂട്ടേജ് ചിലപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് ആവശ്യമുള്ള കൃത്യമായിട്ട് വൈറലാവും, അല്ലെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ബൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളല്ലേ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഹെയ്റ്റേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു. ഹെയ്റ്റേഴ്സ് ഒന്നുമല്ല, ഞാൻ രേണുസുധിനെ ഹെയ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല. ഞാൻ രേണുസുധിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അവസാനം അവർ ഈ പെരുമാറ്റം, ഈ സംസാര രീതിയും കുറേ ഈ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വന്നപ്പോഴാണ് എനിക്കൊരു ഹെയ്റ്റ് തോന്നിയിട്ടില്ല. ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഹെയ്റ്റ് തോന്നിയിട്ടില്ല. ഞാൻ കരിഷ്മയ്ക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹൗ ഇഷി ഓക്കെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് കൂടി പറയണേ, എൻ്റെ മെയിൻ പരിപാടി രേണുസുധിനെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കലല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തത് കൊണ്ട് എഗെയിൻ ആ ഒരു സാധനം വരുമ്പോഴേക്കും ഞാൻ ചെയ്യും. എനിക്കിഷ്ടമുള്ള എല്ലാ കണ്ടൻസും ഞാൻ ചെയ്യും. ഓക്കെ, ഇന്നൊരു കോണ്ടന്റ് ഞാൻ ഒഴിവാക്കിയതാണ്. ബിക്കോസ് ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ ഒരു മുത്തച്ഛനെ കൊലപാതകം ചെയ്തൊരു കാര്യം ഞാൻ ഒഴിവാക്കിയതാണ് വേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ അതിന് മുമ്പ് ഒക്കെ ആയിട്ട് ഞാൻ പല കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ല, അവരെങ്ങനെയോ ജീവിച്ചോട്ടെ എന്ന് സ്ഥിരം പാറ്റേൺ കമൻറ്റ് ഇടുന്ന, അതായത് കോപ്പി പേസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് പറയണേ, എൻ്റെ ചാനലൊന്ന് കയറി നോക്കാം. ഞാൻ എത്രയൊക്കെ വീഡിയോസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതിലിവിടെ കാണിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആയി ഇതിൽ കയറി നോക്കാം എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതിലൊരു ലാസ്റ്റത്തെ ഒരു 10 വീഡിയോ എടുത്ത് നോക്കിയാൽ രേണുസുധിയുടെ ഒരു ഒറ്റ കണ്ടൻറ്റ് പോലും അതിൻ്റെ അകത്ത് കാണത്തില്ല. ഫൈൻ, മനസ്സിലായല്ലോ. ഇത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഇപ്പോൾ ഈ ആങ്കർ പറഞ്ഞ പോലെ ഹേറ്റേഴ്സ് മാത്രമല്ല, ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഇട്ട കുറേ ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, നീ കമൻറ്റ് ഇടുന്ന കാര്യം വിടുക, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് കുറച്ച് പേര്, ഇവർ തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവരെനിക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് ഹേറ്റേഴ്സ് അല്ല, ഒരു കോണ്ടൻറ്റ് ഡെലിവർ ചെയ്ത് അത് പുറത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ രീതിയിൽ നെഗറ്റീവായിട്ടൊന്നൊരു കാര്യം ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നോക്കി അറിയാം, എല്ലാം നെഗറ്റീവാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ നെഗറ്റീവും കുറേ എൻ്റെ ഒരു അവതരണത്തിനൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടല്ലോ. എൻ്റെ ഇത് പുതിയ ചാനലാട്ടോ, പഴയ ചാനൽ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ചാനൽ തിരിച്ചു വന്നാൽ നല്ല ഭാഗ്യം, ഇത്രേ ഉള്ളൂ. നോക്കാം. ഈ സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇതിൽ ഫസ്റ്റത്തെ കാര്യം അവരൊരു ടോൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുകയാണ്, എടാ 3 വിളിക്കും വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അവരുടെ ടോൺ അതാണെങ്കിൽ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു ആങ്കർ ഞാനൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ചോദ്യം ആ ഉത്തരം സീനാണ്, നീ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് സാധനം പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ ഈ ഒരു ഇത്രയും വീഡിയോസ് ഇവരെ കണ്ടിട്ടുള്ള ഇവർക്കുള്ള നെഗറ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള അലിഗേഷൻസ്, ഇവരെക്കുറിച്ച് വരുന്ന ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ കണ്ട നിങ്ങൾക്ക് അവരൊന്ന് ഗ്ലോറിഫൈ ചെയ്ത് മാലാഖയാക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ ആ ടോൺ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചൊന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഓക്കെ, ഈ ടോൺ അവരുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിയാക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെത്രയോ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവർ ക്യാൻസറിനെ കുറിച്ച് റിവീൽ ചെയ്ത വീഡിയോയിൽ ഒരു ടോണിനും കുഴപ്പമില്ലല്ലോ, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ. ഇനി കിച്ചുവിനെ കുറിച്ച് തന്നെ പണ്ട് മറ്റേ ഓൺലൈൻ മീഡിയാസിലൊക്കെ കൊടുത്ത കുറേ ബൈറ്റുകളും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്ത് അതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ടോണിന്.
നോർമലായിരുന്നല്ലോ. ഇപ്പോൾ വന്നിട്ട് അവർക്ക് ഈ സാധനം വാണ്ടഡിൽ ഇട്ട് കൊടുക്കുന്നതാണ് രേണു. കാര്യം എൻഡ് ഓഫ് ദ ഡേ കാശ് കൊടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാശ് നിങ്ങൾ അവർക്ക് ഓഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അവർ ചികിത്സയ്ക്കാണ്. സോ അവർ കണ്ടൻറ്റ് തന്നെ, അതിനുള്ള സാധനം തന്നെ, നിങ്ങളുടെയും ബിസിനസ് അത് തന്നെയാണ്. ഇതാണ് ഈ രണ്ട് കൂട്ടരും ചെയ്തത്. ഈ രണ്ട് കൂട്ടരും കൂടി ചെയ്ത കാര്യങ്ങളാണ് ആൾക്കാർ വിമർശിച്ചതും ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണവർ കൃത്യമായിട്ട് അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രശ്നമുള്ളത് അത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത്. സോ നാളെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമെങ്കിൽ ഇതിലൊരു മാറ്റം വരട്ടെ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. കാര്യം അവർ നന്നാവട്ടെ, അവരുടെ സംസാര രീതി, അവരുടെ ടോൺ അങ്ങനെയാണെങ്കിൽ അത് ആൾക്കാർക്ക് അരോചകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവർ മാറണം, അവരുടെ ക്യാരക്ടർ മാറണം എന്നല്ല. പക്ഷേ സ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് അവരിഷ്ടപ്പെടുന്ന ആൾക്കാർക്കെങ്കിലും ഒരു വെറുപ്പ് ഉളവാക്കുന്ന ഒരു കാര്യം അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് മാറണം. അങ്ങനെ മാറ്റി എത്രയോ സെലിബ്രിറ്റീസ്, എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ഉണ്ട്. അതല്ലേ വേണ്ടത്. ഈ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചു, കാശ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്താന്ന് പറയുന്നത് നിങ്ങൾ ചാരിറ്റിയാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ലല്ലോ. നിങ്ങളുടെ ചാനൽ ചാരിറ്റി അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ചാനലിൽ ഈ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റും കൂടി നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. ആ പ്രോഫിറ്റ് അതിൽ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ നിങ്ങൾ എന്തായാലും രേണുവിന് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. എഗെയിൻ അവരുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോസ്, അതിൽ ആദ്യത്തെ ഒരു വീഡിയോ നല്ല വ്യൂ കയറി, രണ്ടാമത്തെ അത്ര അങ്ങോട്ട് കയറിയിട്ടില്ല. ബാക്കിയുള്ള എൻ്റെ വ്യൂ ഞാൻ നോക്കിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ മുകളിൽ ഐ ബട്ടണിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക്. ബിസിനസ് അല്ലേ നിങ്ങളിപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ എല്ലാ ഭാഗം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയിൽ ക്ലാരിഫിക്കേഷനും കൂടി വന്നിട്ട് നിന്നിരുന്ന് മെഴുകുക. പിന്നെ ഈ ഒരു വോയിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത്. എനിക്ക് ഒരു വിഷമമില്ല മക്കളെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കണം എല്ലാവർക്കും ഒരുപോലെ അല്ല. എനിക്ക് അത്രക്ക് തെറി വിളിക്കാനും ഇതാക്കാനൊന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ ഈ ഒരു രീതിയിലാണ് സംസാരിച്ച് പോകുന്നത്. പക്ഷേ ഇതൊക്കെ ഇനിയിപ്പോൾ നാളെയൊക്കെ ഓരോ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോൾ അറിയാം ഏതൊക്കെ ലെവലിൽ ഓരോരുത്തർ സംസാരിച്ച് നോക്കുന്നുള്ളത്. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ വോയിസ് വന്നത് നിങ്ങളുടെ കുറേ നമ്പർ ഉണ്ട്, അതിൽ ആരോ വിളിച്ചപ്പോൾ പറഞ്ഞാന്നുള്ള രീതിയിലാണ് പറഞ്ഞു നോക്കുന്നത്. ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് അറിയാവുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു നറേഷൻ കിട്ടിയേക്കുന്ന ഒരാൾ തന്നെയല്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ തന്നെ പബ്ലിക്കായിട്ട് ഇട്ടേക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ച് സംസാരിച്ച കാര്യമാണത്. സോ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല. അവർ സംസാരിച്ച കാര്യം കറക്റ്റ് തന്നെയാണ്. കാശ് കൊടുത്തിട്ടാണ് ചെയ്തേക്കണത്. അത് അയാൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇനി കാശ് വാങ്ങിച്ചിട്ട് വന്ന് ചെയ്ത് ആ രീതിയിൽ അയാൾ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി വാട്ടവർ നിങ്ങൾ പറയുന്നതിന് സത്യം എന്നുണ്ടെങ്കിലും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് അയാൾ വിളിച്ച് ചോദിച്ചതോ സംസാരിച്ചതോ അല്ല ആ ലേഡി. നിങ്ങളുടെ മൂവി വേൾഡിൻ്റെ തന്നെ പബ്ലിക്കായിട്ട് കിടക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി വന്നു കിടന്നിട്ട് ഇങ്ങനെ മെഴുകേണ്ട കാര്യം എന്താണുള്ളത്? പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കണം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരങ്ങോട്ട് തീരുമാനിക്കണമെന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞു വെച്ചതും കാര്യങ്ങളും ഇപ്പോൾ ഈ കോൾ റെക്കോർഡ് വന്നതിലും ഇതെല്ലാത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ പറയണേ. പിന്നെ അവരൊരു സ്വയം അങ്ങോട്ട് തീരുമാനിക്കണമല്ലോ. ഇതല്ലേ ഉള്ളത്, നിങ്ങൾ അത് തന്നെയല്ലേ പറയണേ. കാശ് കൊടുത്തു, കാശ് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അതിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അവർ ആ ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ അവർക്ക് പറയാനുള്ള അവർ പറയട്ടെ. അത് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതേപടി തന്നെ നിങ്ങളെടുത്ത് എയർ ചെയ്ത് അവർക്ക് നെഗറ്റീവായി നിങ്ങൾക്ക് നെഗറ്റീവായി. സോ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്ന? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട. അവർ എന്താ പറയുക, അവർ പബ്ലിക്കായിട്ടുള്ളൊരു ഫിഗറാണ്. അവരത്രയും എന്താ പറയുക, ഇപ്പോൾ സുജേട്ടൻ്റെ മരണത്തിന് ശേഷം അത്രയും ലൈംലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയുക റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ അതിനൊരു പരിധിയുണ്ട്. ഇൻ്റർവ്യൂസ് കൊടുക്കാം, അതിലൊരു പരിധിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവർ ഇത്രയും നാളത്തെ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തെറി ആങ്കറിന് ഉൾപ്പെടെ കേട്ടേക്കണ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പിന്നെ ഈ മെയിൻ സാധനം അവരെങ്ങനെയോ ജീവിച്ചോട്ടെ, അവരുടെ കുടുംബക്കാര്യത്തിൽ ഇടപെടണമെന്നില്ല. അപ്പം നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് പോയത്? സിനിമ കാണാൻ പോയതാണ് അവിടെ. അവരുടെ ജീവിതത്തിൽ അവർക്ക് അങ്ങോട്ട് ഇൻകം ഉണ്ടാകാൻ വേണ്ടി കാശും കൊടുത്ത് അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് അവരുടെ കുടുംബകാര്യം ഒരു കാര്യമില്ലാണ്ട് ചെറുക്കൻ്റെ കാര്യം ഉൾപ്പെടെ വന്നെടുത്തിട്ട് ചോദിച്ച് ഇപ്പം നമ്മളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ അതിനൊക്കെ മോശമായിട്ട കാര്യം ചെയ്തു വെച്ചാണ് അല്ലേ? ഐ മീൻ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്ന് വന്ന ഈ ഒരു കോണ്ടൻറ്റിനെ മാത്രമാണ് ഞാൻ പറയുന്നത്, എല്ലാ കോണ്ടൻറ്റും അല്ല. നിങ്ങളുടെ പല വീഡിയോസും പല ഇൻ്റർവ്യൂ വീഡിയോസും ഒരുപാട് ചാനൽസ് ഉണ്ട് ഇവർക്ക്. ആക്ച്വലി നല്ലൊരു ഫേമാണ് മൂവി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിഡിൽ ഈസ്റ്റൊക്കെ ഐ തിങ്ക് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു വേർഷനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക്
കുറേ ചാനൽസും കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇത് മാനേജ് ചെയ്യുന്ന നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോണ്ടന്റ് വന്നു പോയി. ആദ്യമായിട്ടായിരിക്കണം മേ ബി ആങ്കർ ഉൾപ്പെടെ വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മുടെ ആരെങ്കിലും പ്രശ്നമാണോ? നിങ്ങളുടെ പ്രശ്നമല്ലേ? ഞാനും എത്രയോ ചാനൽസ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എത്രയോ ചാനൽസിൽ ഞാൻ പോയിരുന്നുണ്ട്, അവരുടെ പല ആങ്കേഴ്സായിട്ട് ഞാൻ കോൺടാക്റ്റ് ഉണ്ട്. എന്നെ ഇങ്ങോട്ട് തന്നെ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ആങ്കർ ഉണ്ട്, പുള്ളിക്കാരി എന്നെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ കാഷ്വലായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് ആരുടെ അടുത്തൊന്നും ഒരു നെഗറ്റീവോ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അവരൊരു വർക്കിംഗ് പാറ്റേണിലൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഈ ഒരു കോണ്ടന്റ് കാരണം നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു നിങ്ങളുടെ റെപ്യൂട്ടേഷൻ പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതിന് ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ അഗെയിൻ ഒരു റെപ്യൂട്ടേഷൻ കളയുന്ന പോലെ ആയിട്ടുണ്ട്. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. അവർ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേ ആൾക്കാരുടെ വീട്ടിൽ തന്നെ പോയിട്ട് നിങ്ങളിരുന്ന് കുടുംബത്തിൽ അവരുടെ കുടുംബകാര്യം കാര്യങ്ങളാണ് ചോദിച്ചത്. അവരെക്കുറിച്ച് ചോദിച്ചോ, കുഴപ്പമില്ല. എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നു, ഒരു ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾ അവർക്ക് കാശ് കൊടുക്കുന്നു, നമ്മൾ നമ്മുടെ രീതിക്ക് സ്വന്തമായിട്ട് പ്രസൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ജെനുവിനായിട്ട് ഒപ്പീനിയൻ പറഞ്ഞിട്ട് നമ്മൾ കാശ് വാങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അയ്യോ, ഞാൻ ഗിവ് എന്നില്ല, ടേക്ക് മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നു ഈ കിച്ചുവിൻ്റെ ഒരു കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വ്ളോഗർ ഉണ്ട്, ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ തംബ്നെയിലാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനത് ഇടാം. അപ്പോൾ ആ വീഡിയോ ആ തംബ്നെയിൽ ഞാൻ കാണിച്ചിട്ടാണ് ആ വീഡിയോ ആ ക്വസ്റ്റ്യൻ ആയിട്ട്. അയ്യോ, പേര് പറയണമെന്നില്ല, തംബ്നെയിൽ അതിൻ്റെ അകത്ത് കാണിച്ചില്ല. അതിനുള്ള ചെറുക്കൻ്റെ ഒന്നും കിട്ടിയല്ല. ഞാൻ ഉള്ള കാര്യം പറയാം, അതിൻ്റെ കാര്യം പറയണേ. അതുൽ വ്ലോഗ്സ്, അതിൽ പണ്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യണത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് അതുള്ള വീഡിയോ സത്യം കേട്ടോ, അതിൽ വീഡിയോ കാണുന്നെങ്കിലും അതുള്ള വീഡിയോസ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ചില കണ്ടൻസൊക്കെ ഞാൻ റെഫറൻസിന് വേണ്ടി കാണാറുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് തെറിവിളി കാര്യങ്ങൾ വൃത്തിയോട് പറയലൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. അതുകൊണ്ടാട്ടോ ഞാൻ കാണുന്നത്. ഒരുപാട് ഓവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതല്ല കുറേ ഒരു ഇതൊക്കെ ആക്ഷൻസൊക്കെ കുറഞ്ഞ് കുറച്ചും കൂടി അത് മെച്ചൂർഡായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു പോളിഷ്ഡ് ആവുന്നുണ്ട് കോണ്ടൻറ്റിൻ്റെ ഒരു രീതി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കാണാറുണ്ട്. അതിൻ്റെ തംബ്നെയിൽ കാണിച്ചിട്ട് പേര് പറയാനിട്ട് വല്ല കാര്യമുണ്ട്? ഇത് കാണുന്നവരൊക്കെ പൊട്ടന്മാരാ. ആ ചെറുക്കൻ ഒന്നാമത്തെ നന്നായി എൻ്റെ വഴിക്ക് പോവുക, അതിനെ വീണ്ടും കുത്തി ഇളക്കി അതിൻ്റെ വായിരിക്കുന്ന തെറി കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോന്നും ചെയ്തു വെക്കണത്. അത് നല്ല കണക്കിന് തന്നിട്ടുണ്ട്, കിട്ടിയല്ലോ, തിരുപ്പതിയായല്ല. ഇനിയും പോയി ഇനി ഇതിൻ്റെ അകത്തും കൊണ്ടുവന്ന് കഥ പറഞ്ഞിട്ട് നാളെ മിക്കവാറും വീഡിയോ ഇറക്കും. ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. നാളെ കാലത്ത് മിക്കവാറും ഇതിനുള്ള തെറിവിളി അവൻ എന്തായാലും ഇട്ടോളൂ. വല്ല കാര്യമുണ്ടോ എന്ന് ആലോചിക്കണേ. അത് കഴിഞ്ഞത് പിന്നെയും വലിച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? അയ്യോ, എന്തൊരു കഷ്ടം. പിന്നെ കിച്ചുവിൻ്റെ തമ്പനിയിൽ ആ ഒരു സാധനം കൊടുത്തത് കണ്ടിട്ട് കുരു കൊട്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ട് പച്ച തെറി അപരാധവും കാണിച്ച് തമ്പനിയിലിട്ടേക്കണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വേറെ പലരുടെയും. അന്ന് ആ തെറിയൊക്കെ ചോദിക്കുക, രണ്ട് തെറി അങ്ങോട്ട് പറയണം അവിടെ ഇരുന്നിട്ട്. ഈ തെറി നിങ്ങളെ വിളിച്ചത് ശരിയായോ അതൊന്നും ചോദിച്ചില്ലേ? എടോ, ഇത് അൺവാണ്ടഡ് ആണ്. ഇത് ഈ കിച്ചുവിൻ്റെ കാര്യം നിങ്ങൾ അവരെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അവരുടെ സുഖവിവരങ്ങളും അസുഖത്തെക്കുറിച്ചും മറ്റ് കുറച്ച് കാര്യങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് പോന്നിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായേനെ. ഈ ചെറുക്കൻ്റെ കാര്യം അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് അത് മര്യാദക്ക് അതിൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ഏത് കിച്ചു? അതിലാണെങ്കിൽ അവൻ്റെ കണ്ടൻറ്റ് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിൽ അവൻ്റെ കോണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. രേണുവിൻ്റെ വീഡിയോസ് അവൻ എടുക്കാറില്ലാന്ന്. ഈ ഒരു സാധനം എടുത്തത് പോലും അവനെ അതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ടിട്ടാ. ശരിയല്ലേ? വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഓരോന്ന് കൊണ്ടുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈ കിടന്ന് കഥാപ്രസംഗം പറയേണ്ട വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ചേച്ചിക്ക് ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആങ്കർ നിങ്ങളെ. കാര്യം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ എടുത്തു, അത് കയ്യിൽ നിന്ന് പോയി, അതിന് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു, അതിപ്പോൾ കയ്യിൽ നിന്ന് പോയി എയറിലേക്കും പോയി സ്പേസും കഴിഞ്ഞ് വേറെ ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചു വരൂ, വി നീഡ് യു. നിങ്ങളുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം, നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സംസാരിക്കാൻ അറിയാം. അത് വെറുതെ സ്വയം വില കളയരുത് പ്ലീസ്. ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും തംബ്നെയിൽസ് ഇടുമ്പോഴും അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. എല്ലാത്തിനും പോയിന്റ് ചെയ്ത് അവർക്ക് രേണുസുതിക്ക് ഇത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവരതിന് ആൻസർ പറഞ്ഞു. അത് എല്ലാവർക്കും പറയാനുള്ളത് പോലെ അവരും പറഞ്ഞു. അത് അവരുടെ രീതിയിലാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കുഴപ്പമായത് എങ്കിൽ അവരുടെ രീതിയിൽ പറഞ്ഞതല്ല കുഴപ്പം, വായി തോന്നുന്ന വർത്താനം തന്നെയാണ് കുഴപ്പമായത്.
ഓക്കെ, ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഇടുന്ന വീഡിയോ, പബ്ലിക് ആൾക്കാർ ഓഡിറ്റ് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഇതേ സാധനങ്ങൾ തന്നെ നമ്മളെടുത്ത് വീഡിയോ ഇട്ട് നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ട് ഇടുന്നവരുണ്ട്, വായി തോന്നിയത് പറഞ്ഞിടുന്നവരുണ്ട്, പല രീതിക്കുണ്ട്. ഇനി അവർ വേണ്ടാന്ന് പറഞ്ഞില്ല എന്ന് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യത്തിലൊന്നും, അവർ വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ക്വാളിറ്റി ഇല്ലേ? നിങ്ങളത് കീപ്പ് ചെയ്യണ്ടായിരുന്നോ? നിങ്ങളുടെ ചാനലിൽ ഒരു നല്ല റെപ്യൂട്ടേഷൻ ഇല്ലേ? ഒരു ക്വാളിറ്റി ഇല്ലേ കോണ്ടൻസിന്? അപ്പോൾ നിങ്ങളത് കീപ്പ് ചെയ്യണ്ടേ? അത് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ അതിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർക്ക് പറയാനുള്ള അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവർ വെട്ടി തുറന്ന് പറയാറുണ്ട്. അവരെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും അവരുടെ യൂട്യൂബിൽ കൂടിയൊക്കെ ലൈവ് ഇട്ടും ഒക്കെ ആയിട്ട് വായി തോന്നിയതൊക്കെ എന്തൊക്കെയോ ഇത്ര നാൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ വിളിച്ചിരുത്തി കാശ് കൊടുത്തിട്ട് വേണോ പറയാൻ? ചുമ്മാ ഇരിയടെ ഒരു ആവശ്യമില്ലാത്ത ന്യായങ്ങളൊക്കെ വന്നിട്ട്. നല്ലൊരു ക്ലാരിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് ഇപ്പോഴും എന്താ പറയുക ഒരു ഡിമാൻഡ് ഉണ്ട്. അവർക്ക് ഇപ്പോഴും ആ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഓരോ റിയാക്ഷൻ വീഡിയോസും ഓരോ ദിവസവും ഇങ്ങനെ വരുന്നത്. അവർ ഇപ്പം ഞങ്ങൾ അതിനകത്ത് തമാശയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുസുതി ബാത്റൂമിൽ പോയാൽ വരെയും കണ്ടന്റ് ആക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട് എന്നുള്ളത്. അതൊരു അതിശോക്തി പറഞ്ഞതാണ്. അത് വെച്ച് അതും ഞാൻ കണ്ടു. അത് വെച്ച് ആരാണ് രേണുസുതി ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളെന്നൊരു കാര്യം ചെയ്യുക, അതിശോക്തി വയ്ക്കുമ്പോൾ അതിശോക്തി എന്നൊരു റെഡ് കളറിൽ ഇങ്ങനെ മിന്നിച്ച് കാണിക്കും. എടാ ഇത് കാണുമ്പോൾ അതുപോലെ വീഡിയോ ചെയ്തവർക്ക് ചിലപ്പോൾ കുരു പൊട്ടിയിട്ടുണ്ടാവും, അവർ ചോദിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ അവർക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. സത്യം ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല. രേണുസുതി എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ രേണുസുതി എന്ന് പറഞ്ഞ കോണ്ടന്റിന് മറ്റ് പലരേക്കാൾ കൂടുതൽ ഇപ്പോഴും ഒരു അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ദർ ഈസ് എ വ്യൂവർഷിപ്പ്. സീരിയസ്ലി ഞാനത് പണ്ടത്തെ എൻ്റെ ചാനലിലും എനിക്ക് നല്ല എവിഡൻ്റ് ആയിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ, അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരെ വെച്ചിട്ട് നിങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നല്ല നല്ല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂസ് എടുക്കുന്ന ചാനൽസ്, രേണുസുതിയുടെ മാത്രം ഇൻ്റർവ്യൂ എടുക്കുന്ന കുറേ ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എടുക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യം പറയാം, ഇതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും രേണുസുതി പിടിച്ചുകൊണ്ടിരിക്കുകയല്ല, പല കണ്ടൻസും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതും ചെയ്തു പോകും. ദാറ്റ്സ് ഇറ്റ്. വാട്ട് എ കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ വീഡിയോ ഇസ് ദിസ് യാർ. പൊട്ടന്മാരാണ് ഇത് കാണുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പറഞ്ഞു വന്നത് ഇതാണ്, ഒരു രീതിയിലും രേണുസുതിക്ക് ആദ്യമേ താല്പര്യമില്ലാത്ത ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഒരു മാസത്തോളം നമ്മൾ അവരുടെ പുറകെ നടന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്തിട്ട്, ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കൺവിൻസ് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവരനുഭവിക്കുന്നത്, അതായത് ഞങ്ങളുടെ പേരിൽ അവരനുഭവിക്കേണ്ട വന്നത് വളരെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് തന്നെ ആണോടാ. അപ്പോൾ ഈ ബുള്ളിങ്ങിനൊക്കെ ഇട്ട് കൊടുത്തതാരാ? നിങ്ങളല്ലേ അല്ലേ? അത് ഇപ്പം സമ്മതിച്ചേക്കട്ടെ അങ്ങോട്ട്. പിന്നെ ഇത്രയും പുറകിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ പുറകിടക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടിയില്ലേ, അവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എന്തോരം പേരുണ്ട്. ഇതുപോലെ പ്രശ്നമുള്ള സെലിബ്രിറ്റീസ് തന്നെ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് തൊട്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ കാണും. എല്ലാവരും അങ്ങ് സഹായിക്കാൻ ഇറങ്ങരുതായിരുന്നു. അപ്പോൾ രേണുസുതി മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ ഇറങ്ങിയത്. അത് നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി. അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കൂടി ബാക്കിയുള്ളവരെ തെറ്റാന്ന് പറയുക കഷ്ടോട്ടാ. ഉള്ള കാര്യം പറയാലോ. നിങ്ങൾ ഈ പറഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ എനിക്ക് തീരെ ഇഷ്ടമായി. പിന്നെ ഇത്രയും കൺവിൻസ് ചെയ്ത് കഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും പുതിയതായിട്ടൊരു വലിയൊരു അച്ചീവ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തോ? ആ സ്ത്രീക്ക് വയ്യാതിരിക്കുകയെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അവരെ അസുഖമൊക്കെ മാറട്ടെ, അവർ ട്രീറ്റ്മെൻറ്റിന് അത്ര കാശില്ലാണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായിക്കാൻ പലരും ഉണ്ടാവും, പലരും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും നാൾ. ഇനി ആരും സഹായിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതെന്താ എനിക്കറിയില്ല. കുറേ അവരുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും സഹായിക്കാൻ വേണ്ടി നടന്നിട്ട് ആരും സഹായിച്ചില്ലടി. അത് ഭയങ്കര മോശമായി പോയി. പോട്ടെ, അവരെ യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും അറിയാം. അവരുടെ രേണുസുതിയുടെ ചാനലിലെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ മാസം കിട്ടണ്ടാവും? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടണ്ടാവും. അഷ്ടിക്ക് വകയില്ലാത്ത ക്യാൻസർ പേഷ്യൻസ് ഇവിടെ ജീവിച്ച് പോകുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. രേണുസുതിക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്റ്റ് ചെയ്യുക, അവരെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാൻ. രേണുസുതി ഒരു പോസ്റ്റർ ഇട്ട് നോക്കിയേ, എന്നെ സഹായിക്കാൻ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ ഷെയർ ചെയ്തേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷേ അത് ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം വരെ ആയിരിക്കും ഹെൽപ്പ്. അല്ലെങ്കിൽ വേണ്ടല്ലോ, ചാരിറ്റി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. 10-16 കോടി ഉൾപ്പെടെ കുട്ടികൾക്ക് ഉൾപ്പെടെ കേരളം മൊത്തം പിരിച്ചു കൊടുത്തതല്ലേ അവരെയാണ്. സുധിക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുള്ള അവർ മറ്റേ അകലം കുറഞ്ഞു വരും എന്ന് പറഞ്ഞ് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ബാക്കിൽ വെച്ചിട്ട് റീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് സഹായിക്കാൻ വേണ്ടി ഒരു ചാരിറ്റിയാണ് എത്ര പേര് ഫ്രീ ആയിട്ട് പോലും ചെയ്തു തരും ചിലപ്പോൾ. എന്തോന്നറിയുന്നത് രേണുസുതിക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. രേണുസുതിക്കാണ്. കാരണം അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൂവി വേൾഡ് മീഡിയ ചാനലിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കയ്യബദ്ധം കൊണ്ട് രേണുസുതിക്കും രേണുസുതിയുടെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന് ഞങ്ങൾ
സീരിയസ്ലി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അവരെ ഇതുപോലെ ബുള്ളിങ് ചെയ്യരുത്, അവരെ ഇതുപോലെ വെരി ഗുഡ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇട്ട ഒരു സാധനം ഉണ്ടല്ലോ, ഇത് മാത്രം ഒരു റീലായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഇട്ടാൽ മതി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് രേണുസുതിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാലും മാപ്പ്, ഞങ്ങളായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാണ്, ഞങ്ങളുടെ ചാനലിൽ നിന്ന് വന്ന് ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്ര സൈബർ ബുള്ളിങ് ഉണ്ടായത്. വി ആർ സോറി ഫോർ ദാറ്റ് എന്നൊരു വീഡിയോ ഇട്ടാൽ തീർത്തിരുന്നെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, ഞങ്ങൾ നല്ലത് പറഞ്ഞേനെ. ഇപ്പോൾ ഈ കരുന്ന് ഇന്ന് മെഴുകി ഓരോന്ന് പിന്നെ ഇട്ട് എല്ലാവരും ട്രിഗർ ചെയ്തപ്പോഴേക്കും തിരിച്ച് വീണ്ടും കിട്ടി, വീണ്ടും എയർ ചെയ്ത് പിന്നെയാണ് പോയി. കുഴപ്പമില്ല. എന്തായാലും അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് ഞാൻ എൻ്റെ വീഡിയോ കൂടിയും വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്ന് വെച്ചിട്ട് അവരെന്തൊക്കെയോ ക്ലാരിഫൈ ചെയ്ത് അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അത് ലീവ് വിട്ടേക്ക്. ഒരു ഫുൾ ടീം ഇത്രയും വലിയൊരു ബ്രാൻഡ് വന്നിട്ട് ഒരു മാപ്പൊക്കെ പറഞ്ഞ് അവർ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഞാനത് എല്ലാവരുടെ അടുത്തും പറയാം. അവരെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും നല്ല തെറികൾ വന്നുകൊണ്ടിരിക്കുക ഈ പെങ്കുച്ചിൻ്റെ. അപ്പോൾ അത് വിട്ടേക്കടേ. എൻ്റെ വീഡിയോ കാണുന്നവരടുത്ത് ഞാൻ പറയണേ, പോട്ടെ, നമ്മളെ കാണണ്ട, വിട്ടേക്ക്, കഴിഞ്ഞ് കല്ലി വല്ലി. ഓക്കെ, അവരുടേതായിട്ടുള്ള കോണ്ടൻസ് ഒക്കെ ആയിട്ട് അവരങ്ങോട്ട് പോകും. നാളെ ഇതൊന്നും ഇല്ല, ഒരാഴ്ച മാക്സിമം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല. ആൾക്കാർ ഇതും മറക്കും. അപ്പോഴും രേണുസുതി ഓടി നടന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോന്ന് കാണിച്ചു നോക്കും. ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാൻ ചെയ്ത ഏതെങ്കിലും കണ്ടൻറ്റ് കാരണം രേണുസുതിക്കോ അല്ലെങ്കിൽ രേണുസുതിയുടെ ഫാൻസിനോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ആഫ്റ്റർ ഓൾ പറയുന്ന ചില കാര്യങ്ങൾ, തെറ്റായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഒപ്പീനിയൻ പറയുന്നു, ഒരു ക്ലാരിറ്റി കൊടുക്കുന്നു, ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റേ ഹൈപ്പ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ലാസ്റ്റത്തെ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ, എൻ്റെ വീഡിയോയുടെ അവതരണവും കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയും കൊണ്ട് മാത്രം ഹൈപ്പ് ചെയ്ത് ഏറ്റവും ടോപ്പിലെത്തിച്ച ആൾക്കാരാണ് നിങ്ങൾ വ്യൂവേഴ്സ്. സോ അത് ഇതിലും പ്രതീക്ഷിക്കുന്നു. ചാമ്പിക്കോ.